അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും ദിവസം നിങ്ങളൊന്ന് സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ഇടുന്നത്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ കൂടാതെ നമ്മുടെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീങ്കര ഡാമാണ്. അപ്പോൾ മീങ്കര ഡാം ചെറിയൊരു ഡാമാണ് മുതലമട പഞ്ചായത്തിലെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ ഡാം നമുക്ക് കാണാൻ പറ്റുന്നത് ചുള്ളിയാർ ഡാമിലേക്ക് വരുന്നവർക്കാണ് ഈ സ്ഥലം കാണാം. അതുപോലെ മുതലമട റെയിൽവേ സ്റ്റേഷൻ, അതുപോലെ പളനിക്ക് പോകുന്നവരാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ലിങ്ക്സൊക്കെ ഞാൻ കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ സ്ഥലത്തിൻ്റെ ലിങ്കും മറ്റുള്ള സ്ഥലങ്ങളും എല്ലാം ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഡാമിൽ വെള്ളം കുടിവെള്ളത്തിന് വേണ്ടിയും ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ആ കണ്ടത്. ഇതാണ് ഇപ്പോൾ ഡാമിൻ്റെ എൻട്രി നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇത് പുതുക്കി പണിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളേ ആവുള്ളൂ. ഇപ്പം ഗേറ്റൊക്കെ ക്ലോസ് ആണ്. ഒരു ചെറിയൊരു വഴി മാത്രമേ ഉള്ളൂ, ബൈക്കൊക്കെ കടന്നു പോകാൻ പറ്റിയ വഴിയുള്ളൂ. അപ്പുറത്തെ സൈഡ് റോഡുണ്ട്. റോഡിനകത്തോട് ചെന്നാലും ഡാമിനകത്ത് കാറൊക്കെ കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലല്ല, താഴെ വണ്ടി നിർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഗേറ്റിൻ്റെ ഈ ചെറിയ ഭാഗം ഉണ്ടല്ലോ, ഇതിനകത്തൂടെ വേണമെങ്കിൽ നമുക്ക് ബൈക്കൊക്കെ കടന്നു പോകാം. പിന്നെ ഡാമിൽ വന്നു കഴിഞ്ഞാൽ മീനൊക്കെ മേടിക്കുന്നത് എവിടെയാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ മീങ്കര ഡാമിൽ അതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഡാമിലേക്ക് കയറുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് മീനിൻ്റെ കാര്യങ്ങളൊക്കെ. മീൻ മേടിക്കുന്ന സ്ഥലം എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മീനിൻ്റെ വിലയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. കട്ടില 150 രൂപ, അങ്ങനെ എല്ലാ മീനിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മീൻ മേടിക്കാൻ വരുന്നവരൊക്കെയാണ് കാലത്ത് ഒരു 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ ടോക്കൺ ലഭിക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് മീൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ വന്ന് ബന്ധപ്പെട്ടാൽ മതി. ഈ ഓഫീസായിട്ട് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ കാണിച്ച ആർച്ചിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ ഇവിടെ മീൻ പിടിക്കാൻ പോകുന്ന ആ സംഭവം, അതിനെ എന്താ പറയുന്നത് അറിയില്ല, അതൊക്കെ ഇവിടെ ഉണ്ട്. അത് ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓഫീസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മീൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു 6 മണിയാകുമ്പോൾ എത്തുക, എന്നിട്ട് ടോക്കണൊക്കെ ബുക്ക് ചെയ്യാം. നമ്മൾ ചുള്ളിയാർ ഡാം അതുപോലെ മറ്റ് ഡാമുകളിലൊക്കെ കാണുന്ന പോലെ ഒരു സ്തൂപമൊക്കെ ഉണ്ട്. അപ്പോൾ ചുള്ളിയാർ ഡാമിലൊക്കെ ആ സ്തൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡാം എപ്പോഴാണ് നിർമ്മിച്ച് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ ഇതിപ്പോൾ നോക്കാൻ പറ്റില്ല, മൊത്തം കാട് പിടിച്ച് കിടക്കണം. അതുകൊണ്ട് സ്തൂപത്തിന് അടുത്തുകൂടി ജസ്റ്റ് അങ്ങോട്ട് പാസ് ചെയ്ത് പോവുകയാണ്. മൊത്തം കാടാണ്. അപ്പോൾ അതുകാരണം നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ നിന്ന് നോക്കിയാൽ മനസ്സിലാവുന്നില്ല. ഡാമിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലമുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് എത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് കാറുകളൊക്കെ ഉണ്ട്. എന്തൊരു ഫംഗ്ഷൻ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ ദിവസങ്ങളിൽ ഉത്സവമൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഉത്സവം സമയത്തൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നതെന്നൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പോൾ ഡാമിനോട് ചേർന്ന് തന്നെ മീൻ കുഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിപ്പോൾ ഈ വഴി കൂടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ അകത്തും ഒന്നും പ്രവേശനമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്നും ഡാമിലേക്ക് കയറാനുള്ള എൻട്രി ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറകിൽ കൂടെ കയറാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദൂരം നടന്നാൽ മതിയല്ലോ, ഇപ്പോൾ ഒരുപാട് നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷേ ഈ വഴിയല്ല, അത് വേറെ റൂട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ മീൻ കുഞ്ഞ് വളർത്തുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ അകത്തൊന്നും എൻട്രി ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മീൻ കുഞ്ഞ് വളർത്തുന്ന സ്ഥലം. പക്ഷേ അകത്തൊന്നും എൻട്രി ഇല്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഷട്ടറിൽ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ പോണ വഴി തന്നെ ഇതായി നമ്മുടെ കുറച്ച് ചങ്ങാതിമാരുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോയിലും വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇന്നും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ ഡാമിൻ്റെ ഷട്ടറിലേക്ക് പോകണം. അപ്പോൾ ഒരു ചേട്ടൻ ഒരു കുഞ്ഞാടിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡാമിൻ്റെ കാര്യങ്ങൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 1964 ഈ ഡാം നിർമ്മിക്കുന്നത്. അതും ഗായത്രി പുഴയുടെ കുറുകെയാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ചുള്ളിയാർ ഡാമൊക്കെ പോലെ തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമിൽ വരുമ്പോൾ എൻട്രി ഫീ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ല, മീൻ കുഞ്ഞ് വാങ്ങാൻ പോകുന്ന സ്ഥലം, വളർത്തുന്ന സ്ഥലം, ആ ഭാഗത്തു കൂടിയും കയറിപ്പോകും. അവിടെയൊക്കെ കമ്പിവേലിട്ടുണ്ടായിരുന്നു, അതൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം മുകളിൽ നമ്മളിപ്പോൾ ഈ പോണ വഴി കൂടെ പോയാലും ഡാമിനകത്ത് കയറാം. അതുപോലെ ഒരുപാട് എൻട്രി ഉണ്ട് ഡാമിനകത്തേക്ക്. അപ്പോൾ നമ്മുടെ റൈറ്റ് സൈഡ് ഈ കാണുന്ന മൺപാതയിൽ വണ്ടി പാർക്ക് ചെയ്യുക. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സംവിധാനം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അവിടെ നിർത്തിയിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാം. പഴയ രീതിയിൽ നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോൾ കാണുന്ന ഗേറ്റ് പോലുള്ള ഒരു ഗേറ്റാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരെ ഇതിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഷട്ടറാണ് കാണാനുള്ളത്. വലിയ ഷട്ടറൊന്നുമില്ല, ചെറിയ 2 ഷട്ടറുകളാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഡാം ഏകദേശം ഫുള്ളാണ്. ഒരു അടി 2 അടി ആയിക്കഴിഞ്ഞാൽ ഷട്ടർ തുറക്കും. നേരത്തെ ഷട്ടർ തുറന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വെള്ളം ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഷട്ടർ തുറക്കുന്ന
വെള്ളം പോകുന്ന കാഴ്ച നമുക്ക് എടുക്കാൻ പറ്റുന്നതിന്. പിന്നെ ഈ കാണുന്നതാണ് നമുക്ക് ഷട്ടർ തുറന്നതിന് വെള്ളം പോകണമെന്നുള്ള സംവിധാനം. അപ്പോൾ പാറയായിരുന്നു ഫുള്ള്. അപ്പോൾ പാറക്കെട്ട് പൊട്ടിച്ച് അതിൻ്റെ നടുവിലൂടെയാണ് വെള്ളം പോകുന്നത്. അതും കാണാൻ നല്ല രസമുള്ള കാഴ്ച തന്നെയാണ്. ആളയാർ പറമ്പിക്കുളം കരാറിൽ വെള്ളം ഡാം ഫുള്ളാകുമ്പോൾ അവിടുത്തെ ഓവർഫ്ലോ ഇടുന്ന വെള്ളം ഈ ഡാമിലാണ് നിറയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന വെള്ളമാണ് ഇപ്പോൾ ഈ ഡാമിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഡാമിൽ അധികം കാഴ്ചക്കാരൊന്നുമില്ല. കുറച്ച് പേര് നടക്കാൻ ഓടാൻ അങ്ങനെ എക്സസൈസ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഇപ്പോൾ ഡാം സന്ദർശിക്കാൻ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഡാമിൽ നിന്ന് കുടിവെള്ള പദ്ധതി, അതുപോലെ തന്നെ കൃഷി, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന കനാലിലൂടെയാണ് കൃഷി ആവശ്യങ്ങൾക്കുള്ള വെള്ളം തുറന്നു വിടുന്നത്. ചെറിയൊരു ഷട്ടറല്ല, ഒരു സംവിധാനമുണ്ട്, അതിൽ കൂടെയാണ് പോകുന്നത്. ഈ കാണുന്നതാണ് ആ തുറക്കാനുള്ള സംവിധാനം, ആ ചെറിയ കനാൽ ലിങ്ക്. ഇപ്പോൾ കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് വെള്ളം പോകുമ്പോൾ ഈ ഇതിലൂടെയാണ് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നമുക്കും സങ്കടം തന്നെയാണ്. അപ്പോൾ മുതലമട പഞ്ചായത്തിൽ 5 ഡാമുകളുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ 5 ഡാമെന്നൊന്നും ആർക്കും ഇപ്പോഴും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിപ്പം നമ്മൾ ആദ്യം ചുള്ളിയാർ ഡാം കണ്ടു, അവിടെയും ഒരു വികസനവും ഇല്ലാതെ. അപ്പോൾ മീങ്കര ഡാം കാണുന്നുണ്ട്, ഇവിടെയും എന്താ വികസനം എന്ന് ചോദിച്ചാൽ ഒരു വികസനവും ഇല്ലാതെ. അപ്പോൾ ഇതാണ് ഷട്ടർ. ഞാൻ പറഞ്ഞ ചെറിയ കുഞ്ഞു ഷട്ടറുകളാണ്. വെള്ളം തുറന്നതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാൻ നല്ല രസമാകും. നേരത്തെ പറഞ്ഞ പോലെ പാറക്കെട്ടുകളായിരുന്നു. അപ്പോൾ പാറക്കെട്ടിൻ്റെ നടുവിൽ പൊട്ടിച്ചിട്ട് ഒരു ഭാഗം പൊട്ടിച്ച് ഈ സൈഡ് നടക്കാനുള്ളൊരു ചെറിയൊരു വഴി ഉണ്ടാക്കി ആ സൈഡ് അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോഴും. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ഷട്ടർ തുറന്നതിന് വെള്ളം പോകുന്നത്. അപ്പോൾ ഈ പാറയൊക്കെ പൊട്ടിച്ചുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസ് പാറകളൊക്കെ താഴെ കാണാം. അത് നല്ല രസമുള്ള കാഴ്ചയാണ്. നിങ്ങൾ വന്നതിന് തീർച്ചയായും ഇതിലൂടെ ഇറങ്ങിയൊക്കെ ഒന്ന് നടന്നു നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല വികസനത്തിൻ്റെ ഭാഗം. അപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് പാർക്ക് പോലെ ചെറിയ ഊഞ്ഞാൽ അങ്ങനത്തെ സംവിധാനമൊക്കെ ഉണ്ട്. അതൊക്കെ ഇപ്പോൾ കാട് പിടിച്ച് കിടക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ബാക്കിയൊക്കെ കാട് പിടിച്ച് കിടക്കണം. അതുകൊണ്ട് ഒന്നും കാണില്ല. അപ്പോൾ വികസനം എന്തുകൊണ്ടാണ് ഇപ്പോഴും നടക്കുന്നില്ല എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്താണ് അധികൃതർ ഇതൊന്നും ശ്രദ്ധിക്കാത്തത്? നമ്മൾ ഡാമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പുറകിലൂടെ വന്ന വഴിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കുന്നുണ്ട്, ചെറിയൊരു കുന്ന്. അവിടെയും പോയി ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ആ കുന്നിലേക്കും കയറുക. സേഫ്റ്റിയൊന്നുമില്ല, പ്രത്യേക സംവിധാനങ്ങളൊന്നുമില്ല, നമ്മൾ സൂക്ഷിച്ച് കയറി പോവുക. അവിടെ പോയി ഇരുന്നാലും നല്ലൊരു വ്യൂ ആയിരിക്കും ഡാമിൻ്റെ. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്ന സമയത്ത് തന്നെ ഒരുപാട് ദൂരം നിന്ന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഡാം ഇവിടെ വന്നിട്ട് ആൾക്കാരോട് ചോദിക്കണം ഇവിടെ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കും. അവർ പറഞ്ഞു കൊടുക്കുന്നത് അനുസരിച്ചാണ് അവർ വരുന്നത്. നമുക്കറിയാൻ സാധിച്ചത് അവരോട് ചോദിച്ചപ്പോൾ. അപ്പോൾ ഈ ഡാമുകളൊന്നും ഇപ്പോഴും ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ കാട് കയറി കിടക്കുന്ന സാഹചര്യത്തിൽ പശു, അതുപോലെ തന്നെ ആട്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേയാൻ വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മൃഗങ്ങളൊക്കെ ഒരുപാട് തീറ്റയൊക്കെ ലഭിക്കുന്ന സ്ഥലങ്ങളായി മാറിയിരിക്കുന്നത് ഇപ്പോൾ മീങ്കര ഡാം. അപ്പോൾ ഇതാണ് നമുക്ക് വെള്ളം ഒഴുകി പോകുന്ന, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലൂടെയാണ് ആ വെള്ളം ഒഴുകി പോകുന്നത്. അതിവിടെ ചെറിയ പാറ കഷ്ണങ്ങളൊക്കെ കാണാം. അതും നല്ല രസമുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ കുന്ന്. അപ്പോൾ തീർച്ചയായും ഇവിടെ വരുന്നവർ ആ കുന്നിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പോയി സന്ദർശിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ കയറ്റമൊന്നുമില്ല. നമുക്ക് ബൈക്ക്, കാറൊക്കെ അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇവിടെ വലുതായിട്ട് കാണാൻ കാഴ്ചകളൊന്നുമില്ല. എന്നാലും നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഡാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് അറിയാത്തവർ ഇനിയുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ മീങ്കര ഡാം കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്തത്. അപ്പോൾ തീർച്ചയായും പഴനി, നമ്മുടെ മുതലമട ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നവർ, ചുള്ളിയാർ ഡാം, അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, ഇവിടെയൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും ഈ ഡാം സന്ദർശിക്കുക. അപ്പോൾ ഇനിയും ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.